നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരേജ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. Two of Pentacles, Page of Cups, Four of Swords, Eight of Swords, the Devil, Strength Card, Queen of Swords, Three of Swords, Three of Wands, Two of Swords, the Chariot, Temperance, Ten of Pentacles, King of Wands, the Hermit, Seven of Cups. Bottom energy, Ace of Cups ആണ്. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് സത്യത്തിൽ അവരുടെ ദ ഡബിൾ എനർജിയാണ്, ഒരു കാർമിക്കാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പല രീതിയിലുള്ള കർമ്മ നിങ്ങൾക്ക് വരാനുണ്ട്. അതായത് അവരിൽ നിന്നും കുറേ പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്, നിങ്ങൾ അനുഭവിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ റിലേഷനിലോട്ട് നിങ്ങൾ വന്ന കുറച്ച്, അതായത് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിന് ശേഷമുള്ള സമയം മൊത്തം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഫോർ ഓഫ് സോഴ്സ് എനർജി, എയ്റ്റ് ഓഫ് സോഴ്സ് എനർജിയിലാണ്. നിങ്ങൾ അത്രയും പെയിൻഫുൾ ആയിട്ടാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. അതായത് അവരുടെ പ്രവൃത്തി പലപ്പോഴും നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളെ ഒരു വേദന തരുന്നില്ല എന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് പെയിൻ ആണ്. കാരണം നിങ്ങൾ അത്രയും ഇവിടെ ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി നിങ്ങളുടെയാണ്. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത്. അത്രയും സ്നേഹമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട്. ഒരു ഇമോഷണലി നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണ് ഇവരുമായിട്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇവർ മനഃപൂർവ്വം നിങ്ങളെ അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നതല്ല. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് എനർജി എന്ന് കാണിക്കുന്നത് നിങ്ങളോട്, ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട്, കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു ബോണ്ടിങ് ഒക്കെ നിങ്ങളോട് ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇവർ ഒരു ഇത് കണ്ടോ, സെവൻ ഓഫ് കപ്സ് എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ്സും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് മറ്റൊരാളോട് കണക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് അവർ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇമോഷണൽ ബോണ്ടിങ് എല്ലാം നിങ്ങളോട് തന്നെയാണ്. നിങ്ങളോടാണ് അവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ നിങ്ങളോടാണ്. സത്യത്തിൽ ഇവർക്കും ഈ റിലേഷൻ എൻഡാക്കി ഇവരായിട്ട് ഇവർക്ക് ഈ റിലേഷൻ നിർത്തിപ്പോവാം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കും പറ്റില്ല. കാരണം ഇവർ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുമായിട്ടാണ്. ഇവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ക്രഷ് തോന്നുന്നതിൻ്റെ പുറത്താണ് അവർ അങ്ങനെ ഒരു റിലേഷനിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് അവർക്കുള്ളത് നിങ്ങളുമായിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആ ഒരു റിലേഷനിൽ നിന്നും അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത്.
അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിലോട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയും 2 ഓഫ് സോഴ്സ് എനർജിയും അതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും അവർക്ക് ആ ഒരു റിലേഷനിലുള്ളത്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവരൊരു സ്ട്രോങ് ഡിസിഷനിലാണ്. കാരണം ഇവർക്കറിയാം ഈ റിലേഷനിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ഇവർ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിൽക്കുന്നതായിട്ടാണ്. ഇവർക്കറിയാം ഇവർക്ക് ഒരിക്കലും ഈ റിലേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. ഇവരിവിടെ അഡിക്റ്റഡ് ആണ്. അതായത് ഇമോഷണലി ഇവർക്ക് ഇവിടെ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലാണ് ഈ റിലേഷനിൽ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഈ ഒരു ദ ഡബിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ട, അതായത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത കർമ്മയുടെ ആണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈ റിലേഷൻഷിപ്പിൽ നിന്നൊരു പെയിൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, പക്ഷേ മുന്നോട്ട് തോറും ഈ ഒരു കർമ്മ ക്ലിയറൻസ് വരുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇമോഷൻസ് ബാലൻസിലോട്ട് വരുന്നതും കർമ്മ ക്ലിയറൻസ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കാനും ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകാനും ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ തന്നെയാണ് ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഇതിൽ വേണം, ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന റിലേഷനായിട്ട് അവരുടെ ലൈഫിൽ ഇത് വേണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ സ്ട്രെങ്തൻ ആക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ മനസ്സിലുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കർമ്മ കൊണ്ട് അവർക്ക് പലപ്പോഴും നിങ്ങളെ ഒരു മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒരു ഇമോഷൻസ് ബാലൻസിലോട്ട് വരുന്ന സമയത്ത്, ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട്, അവർ എന്തായാലും ഇമോഷണലി ഇവിടെ അഡിക്റ്റഡ് ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നു എന്ന് കരുതി അവിടോട്ടല്ല, ഈ ഒരു റിലേഷനിൽ തന്നെയാണ് അവർ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻഡ് ആക്കി കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്നാണ്. ഈ റിലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ റിലേഷൻ അവർക്ക് ലൈഫ് ലോങ് വേണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നത്. സ്പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് അവരുടെ ലൈഫിൽ ഒരു സ്പാർക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്നേഹം, ബോണ്ടിങ് എല്ലാം അവർക്ക് നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്പാർക്ക്, ആ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതൊന്നും അവർക്ക് മറ്റൊരു പേഴ്സണോട് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതിപ്പോൾ തേർഡ് പാർട്ടിയോടാണെങ്കിലും അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജോ കോളോ നോ കോണ്ടാക്ട് ആണെങ്കിൽ അവർ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് കാണിക്കുന്നത്. അപ്ഡേറ്റ് എന്നാണ്. ഈ റിലേഷനിൽ നിന്നും നിങ്ങളെ അവർ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻ കംപ്ലീറ്റ്ലി എൻഡാക്കി പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. റിഗ്രറ്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവർ പലപ്പോഴും നിങ്ങളെ വിഷമിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയാം. അതുപോലെ നിങ്ങൾ ആ ഓരോ കാര്യങ്ങളും അവരോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഒക്കെ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്. അവർ സ്വയം ഒരു ഉരുകുന്ന സിറ്റുവേഷനിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത്. യു ആർ മൈൻ എന്നാണ് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അവരുടെയാണ് എന്നുള്ളത് അവർ പറയുകയാണ്. നിങ്ങളെ അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത് കാരണം അവർ നിങ്ങളെ അവരുടേതായിട്ട് എപ്പോഴോ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഐ ലവ് യു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അവർ നിങ്ങളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു.
ഐ ലവ് യു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നുള്ള കാണിക്കുന്നത്. യെസ് എന്നാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ റിലേഷൻ നല്ല ഒരു ബോണ്ടിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. നിങ്ങളുടെ ലൈഫിലെ സന്തോഷവും സമാധാനവും ഒക്കെ മുന്നോട്ടുള്ള ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. ടേക്ക് ആക്ഷൻ എന്നാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈം ആകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അടുത്ത് തന്നെ, അതായത് വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ 1989, 1986, ഫെബ്രുവരി 1991, മെയ്, ഏപ്രിൽ, ഉത്രം, ചിത്തിര, അനിഴം, ലെറ്റർ ഡി, ലെറ്റർ ഇ, ലെറ്റർ വൈ, ചതയം, ലെറ്റർ എൻ, 1997, 2001, അവിട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.